ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. യൂറിക് ആസിഡ് ആണ് നമ്മളിപ്പം പുതുതായിട്ട് കേൾക്കുന്ന വലിയൊരു വില്ലൻ. പണക്കാരുടെ രോഗം എന്ന് പണ്ട് പറഞ്ഞിരിക്കുന്നത് പ്രമേഹവും രക്തസമ്മർദ്ദമൊക്കെ ആണെങ്കിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ആൾക്കാർ അഭിമാനത്തോടെ പറയുന്നത് യൂറിക് ആസിഡിനെ പറ്റിയാണ്. പക്ഷെ അത്ര അഭിമാനത്തോട് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല യൂറിക് ആസിഡിന്റെ കയ്യിൽ. യൂറിക് ആസിഡ് ഗൗട്ട് എന്ന് പറയുന്ന ഒരു തരം വാദം ഉണ്ടാക്കുകയും അത് ലോകത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ ഒരു പെയിനാണ്, ഒരു വേദനയാണ്. പ്രസവ വേദന കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വേദന ഉണ്ടാക്കും. അത് അനുഭവിച്ചവർക്ക് അതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല, യൂറിക് ആസിഡ് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗൗട്ട് ഉണ്ടാവാം, ജോയിന്റ് പെയിൻ ഉണ്ടാവാം, ഇവഞ്ച്വലി നമ്മുടെ കിഡ്നി തന്നെ അടിച്ചു പോവാം. അപ്പൊ അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിനെ പറ്റിയിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ വറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലരും ചിലപ്പോൾ യൂറിക് ആസിഡിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. എവിടുന്നാണ് ഈ യൂറിക് ആസിഡ് വരുന്ന ബോഡി? യൂറിക് ആസിഡ് വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഫുഡിൽ നിന്ന് മാത്രമല്ല. ബോഡിയിൽ ഉണ്ടാവുന്ന യൂറിക് ആസിഡിന്റെ 80% വരുന്നത് ബോഡി തന്നെ സ്വയം ഉണ്ടാക്കി. പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും RNA DNA എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവല്ലോ. RNAയിലും DNA-യിലും പ്യൂരിൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ കോശങ്ങൾ മരിച്ചിട്ട് അല്ലെങ്കിൽ കോശങ്ങളിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള RNA DNA ഒക്കെ പുറത്തോട്ട് വരുമല്ലോ. അങ്ങനെ വരുന്ന RNA DNA-യിലുള്ള പ്യൂരിൻ അത് ഫർദർ മെറ്റബോളൈസ് ചെയ്ത് മാറുമ്പം അതിൽ നിന്ന് യൂറിക് ആസിഡ് ഉണ്ടാവും. അതാണ് 80%. ബാലൻസ് 20% മാത്രമേ ഫുഡിൽ നിന്ന് വരുന്നുള്ളൂ. പക്ഷെ നേരത്തെ പറഞ്ഞ ഈ 80%-നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ അധികമായിട്ട് യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടായാൽ ശരീരത്തിന് അതിൻ്റെതായ മെക്കാനിസം ഉണ്ടാവും. മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ശരീരത്തിന് അത് മാനേജ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട്. അപ്പൊ അതിനെ എക്സസുള്ള യൂറിക് ആസിഡിനെ അത് പുറത്തേക്ക് വിസർജിച്ച് കളയും. വിസർജനം എന്നുള്ള കുറച്ചുകൂടെ വലിയ വാക്കാണ്, എന്നാലും പല രീതിയിൽ നമ്മൾ പുറത്തേക്ക് തള്ളും. അപ്പൊ അങ്ങനെ പുറത്തേക്ക് തള്ളുന്ന ഒരു രീതിയിൽ ഓൾമോസ്റ്റ് 70% യൂറിക് ആസിഡും തള്ളുന്നത് നമ്മുടെ കിഡ്നിയാണ്. നമ്മുടെ ദഹനേന്ദ്രിയങ്ങളിലുള്ള നല്ല ബാക്ടീരിയ, അങ്ങനെ പറയുമല്ലോ നമ്മൾ, നല്ല ബാക്ടീരിയകൾ തിന്നു തീർക്കും. അപ്പൊ 30% അവർ കൈകാര്യം ചെയ്യും, ബാക്കി 70% ആണ് കിഡ്നി കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഈ യൂറിക് ആസിഡ് കൂടുതലാവാനുള്ള പ്രധാന കാരണം നമ്മൾ ഇപ്പം മനസ്സിലാക്കിയത് പ്യൂറിൻ എന്നൊരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഈ പ്യൂറിൻ കുറഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് മിക്കവാറും ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ സജസ്റ്റ് ചെയ്യുക. പ്യൂറിൻ കൂടുതലുള്ള ഫുഡ് നോൺ വെജിറ്റേറിയൻസിന് പ്രധാനമായിട്ട് റെഡ് മീറ്റ്, അതായത് നമ്മുടെ ബീഫ്, പോർക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, മട്ടൻ, അത്, പിന്നെ ഷെൽ ഫിഷ്, നമ്മുടെ കല്ലുമ്മക്കായ, കക്ക അങ്ങനെയൊക്കെ പറയുന്ന സാധനങ്ങൾ, പിന്നെ ഓർഗൻ മീറ്റ്, പാർട്സ്, ലിവർ എന്നൊക്കെ പറയുന്ന നമ്മുടെ കള്ള് ഷാപ്പിലൊക്കെ തരുന്ന കുറേ സാധനങ്ങളുണ്ട്. ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ പ്യൂറിൻ റിച്ച് ആണ്. വെജിറ്റേറിയൻസ് നോക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ ഈ ഫാസ്റ്റ് ഫുഡിലൊക്കെ കാണുന്ന കോളിഫ്ലവർ ഒരു വില്ലനാണ്. അതുപോലെ തന്നെ ചീര പോലെയുള്ള സാധനങ്ങൾ, ചീര, പലതരം ചീരകൾ, പാലക്ക്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിലുമൊക്കെ പ്യൂറിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുന്നത് നമ്മൾ ഒഴിവാക്കണം. പക്ഷെ പ്യൂറിൻ അടങ്ങിയിട്ടുള്ള ഫുഡല്ല ഒരു പ്രധാന വില്ലൻ. അത് വില്ലൻ നമ്പർ 1 ആണെന്ന് പറയാം. അവൻ്റെ ചേട്ടനായിട്ടുള്ള ഒരു വില്ലൻ ഉണ്ട്, അതാണ് ഫ്രക്ടോസ്. ഫ്രക്ടോസിനെ പറ്റി നമുക്ക് വളരെ നല്ല അഭിപ്രായം ഉണ്ടാകാൻ സാധിക്കും. ഫ്രക്ടോസ് കൂടുതലായിട്ട് കാണുന്ന സാധനങ്ങൾ ഒന്ന് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് വളരെ നല്ലതാണല്ലോ. പിന്നെ ഒന്ന് ഹണി അല്ലെ, തേനാണ്. തേന് ഭയങ്കര നല്ലതല്ലേ. കാലങ്ങളോടെ നമ്മൾ പുരാതനമായിട്ട് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ തേന് ഇഷ്ടം പോലെ കുടിച്ചുകൊണ്ടല്ലേ അവർ ഇത്രയും നാളും ജീവിച്ചിരുന്നതൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ തേനും ഭയങ്കര നല്ലതാണ്. പക്ഷെ ഈ രണ്ടിലും ഉള്ള ഒരു സാധനം എക്സസീവായിട്ട് കഴിക്കുവാണെങ്കിൽ, ഫ്രൂട്ട്സ് കൂടുതലും ഫ്രൂട്ട് ജ്യൂസായിട്ട് കഴിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ 1-2 കഴിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫ്രൂട്ട് ജ്യൂസായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ 5-10 ഒക്കെ കഴിച്ചത്. അതുപോലെ തേന് റെഗുലറായിട്ട് നല്ല ക്വാണ്ടിറ്റി കഴിക്കുവാണെങ്കിൽ അതിൽ ഫ്രക്ടോസ് നല്ലോണം വരും. അത് കൂടാതെ നമ്മുടെ സാധാരണ ഷുഗർ ഉണ്ടല്ലോ, വെളുത്ത പഞ്ചസാര, അതിൽ 50%-ഉം ഫ്രക്ടോസ് ആണ്. പഞ്ചസാര ഇടാനുള്ള പരിപാടി നമുക്കില്ലല്ലോ. രാവിലത്തെ ചായ മുതൽ വൈകുന്നേരത്തെ കാപ്പി വരെ എല്ലാത്തിലും നമ്മൾ പഞ്ചസാര നല്ലോണം വെതറിയിടും. ഇനി 4മതൊരു സാധനമുണ്ട്, അത് നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്നാണ് പറയുന്നത്. അതൊരു സ്വീറ്റ്നറായിട്ട് ഈ ബേക്കറിക്കാരും മറ്റുള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ വാങ്ങുന്ന മിക്കവാറും സാധനങ്ങളിൽ ബ്രെഡ് മുതൽ പേസ്ട്രി മുതൽ ലഡു, ജിലേബി മുതൽ എല്ലാ സാധനങ്ങളും, ബേക്കറിയിൽ കാണുന്ന മറ്റു പല സാധനങ്ങളിലും ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഉണ്ടാവും. അതിലും നല്ലോണം ഫ്രക്ടോസ് ഉണ്ടാവും, ഹൈ ഫ്രക്ടോസ്. ഒറ്റ നോട്ടത്തിൽ ഈ ഫ്രക്ടോസ് ഭയങ്കര മാന്യനാണ്. അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ വില്ലനാക്കി മാറ്റുന്നത്. കാരണം ഫ്രക്ടോസിൽ പ്യൂറിൻ ഇല്ല. എന്നാൽ ഫ്രക്ടോസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഫ്രക്ടോസിന്റെ മെറ്റബോളിസം നടക്കുമ്പോൾ, അതിന്റെ ദഹനം നടക്കുമ്പോൾ, അതിന്റെ ഫൈനൽ ദഹനം നടക്കുന്നത് കരളിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഊർജം ആവശ്യമുണ്ട്. അപ്പോൾ ശരീരത്തിൽ ഊർജം കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ATP എന്ന് ഓമന പേരിൽ വിളിക്കുന്ന അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അഡിനോസിൽ ട്രൈഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റ് ഉള്ള സാധനം, അത് ഊർജം കൊടുത്തു കഴിയുമ്പം അത് അഡിനോസിൽ മോണോഫോസ്ഫേറ്റ്, ഒറ്റ ഫോസ്ഫേറ്റ് ഉള്ള സാധനം, അല്ലെങ്കിൽ AMP ആയി മാറും. അതായത് ATP AMP ആയി മാറും. അപ്പോൾ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു തന്മാത്ര ഈ ഫ്രക്ടോസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 യൂണിറ്റ് ATP വേണം. അപ്പോൾ 1 AMP ഉണ്ടാവും.
ഈ AMP പിന്നെ ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ അത് യൂറിക് ആസിഡ് ആയിട്ട് മാറും. അതാണ് ഈ ഫ്രക്ടോസിന്റെ ഒരു കുഴപ്പം. ഫ്രക്ടോസ് ആയിട്ട് കൊണ്ടുവരുന്നില്ലെങ്കിലും അവനങ്ങ് വന്നു കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ യൂറിക് ആസിഡ് ഉണ്ടാക്കിക്കൊള്ളും. ഇതിന് പുറമെ വേറൊരു തോന്നിയാസം കൂടി ഈ ഫ്രക്ടോസ് കാണിക്കും. എക്സസ് ആയിട്ടുള്ള യൂറിക് ആസിഡ് അത് എക്സ്ക്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വിസർജിക്കും കിഡ്നി വഴി. ഈ ഫ്രക്ടോസ് മെറ്റബോളിസം കഴിയുമ്പം അതിൻ്റെ അകത്തുനിന്ന് ലാക്ടേറ്റ് അല്ലെ ലാക്ടിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. ഇത് നമ്മളുടെ യൂറിക് ആസിഡിനെ കേലോട്ട് പോകുന്നത് ബ്ലോക്ക് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള യൂറിക് ആസിഡിന് ഇവർക്കേലൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല. അങ്ങനത്തെ ഒരു നല്ലവനായ ഒരു ഉണ്ണിയാണ് ഫ്രക്ടോസ്. ഇതൊക്കെ മേലെ മൂന്നാമതൊരു വില്ലൻ ഉണ്ട്, അതാണ് നമ്മുടെ ബിയർ. അതിന്റെ ഗുണം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പ്യൂറിൻ റിച്ച് ഫുഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അതുള്ള സാധനങ്ങൾ ഇതിലുണ്ട്. ഈസ്റ്റ് ഉണ്ട്, എത്തനോൾ ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ രണ്ടിന്റെ ഗുണങ്ങളും ഇതിനുണ്ട്. ഇഷ്ടംപോലെ യൂറിക് ആസിഡ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്, അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ലാക്ടേറ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിന് അതിലേക്കാളും മനോഹരമായൊരു സ്വഭാവമുണ്ട്. അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും ശരീരത്തിൽ. ബിയർ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം, ഭയങ്കരമായിട്ട് ദാഹിക്കും. അപ്പൊ ഇങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് ബോഡിയിൽ വാട്ടർ കണ്ടന്റ് കുറയും. യൂറിക് ആസിഡിന്റെ ട്രാൻസ്പോർട്ടേഷൻ ബോഡിയിലേക്ക് കൂടി നമ്മുടെ കിഡ്നിയിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ വളരെ സ്ലോ ആവുകയും അത് നേരത്തെ തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ പുറമെ ഇതും കൂടെ ആയി കഴിയും കാര്യമായിട്ട് ഒന്നും നടക്കില്ല എന്നുള്ള സ്ഥിതിയിലാവും. അപ്പൊ ഇതിൽ ഏറ്റവും ശക്തനായ വില്ലൻ ബിയറാണ്. പക്ഷെ നമ്മളിപ്പം ഒരാളുടെ ജീവിതശൈലി നോക്കുവാണെങ്കിൽ എല്ലാ ദിവസവും ബിയർ അടിക്കില്ല. ബാക്കിയുള്ള ദിവസം ജോലിക്ക് പോകണം, സ്കൂളിൽ പോകണം, എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവുമല്ലോ. അപ്പൊ അത് എപ്പോഴെങ്കിലും കഴിക്കും. അതുപോലെ തന്നെ പ്യൂറിൻ റിച്ച് ആയിട്ടുള്ള ഫുഡും എപ്പോഴും കഴിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതും അത്ര അധികം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ഫ്രക്ടോസ് അത് നമ്മൾ വിട്ടിട്ടുള്ള കളിയില്ല. രാവിലത്തെ ചായയിൽ പഞ്ചസാര മുതൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന സ്വീറ്റ് മുതൽ വൈകുന്നേരം കഴിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ വരെ ഈ ഫ്രക്ടോസ് നല്ലോണം ഉണ്ട്. അപ്പൊ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫ്രക്ടോസ് ആണ്. മറ്റു സാധനങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ആയിക്കോളും. അത് നമ്മൾ അതിനായിട്ട് എഫർട്ട് ഇടുന്നുണ്ടെങ്കിൽ മാത്രമേ ബിയറൊക്കെ കഴിക്കുള്ളൂ. അപ്പൊ അതൊക്കെ ഒരു അസുഖം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കാർ നിർത്തി. ഫ്രക്ടോസിനെയാണ് നമ്മൾ കൂടുതൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പിന്നെ എന്ത് കഴിക്കും? അപ്പൊ കഴിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കുടലിലുള്ള ബാക്ടീരിയ നമ്മളുടെ യൂറിക് ആസിഡിനെ കൈകാര്യം ചെയ്തോളും. അപ്പൊ ബാക്ടീരിയക്ക് വേണ്ട തീറ്റ എന്ന് പറയുന്നത് ഫൈബറാണ്. അപ്പൊ ഫൈബർ റിച്ച് ആയിട്ടുള്ള റോ വെജിറ്റബിൾസ് അല്ലെങ്കിൽ മറ്റു വെജിറ്റബിൾസ് കഴിക്കുക. പ്യൂറിൻ ഇല്ലാത്ത അതാണ് ഒന്ന് കഴിക്കാൻ പറ്റുന്നത്. രണ്ടാമത് ഫൈബർ ഉള്ള ഗ്രെയിൻസ്, അതായത് അരിയും ഗോതമ്പും മാറ്റിയിട്ട് പകരം മില്ലറ്റ്സ് ഹോൾ മില്ലറ്റ് ആയിട്ടോ അല്ലെ മില്ലറ്റ് ഫ്ലേക്സ് ആയിട്ടോ കഴിക്കുക. മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം ശരീരത്തിൽ കൂടുതൽ ഉണ്ടായി കഴിയുമ്പോൾ ഇതിന്റെ ട്രാൻസ്പോർട്ട്, എക്സസ് യൂറിക് ആസിഡിന്റെ ട്രാൻസ്പോർട്ട് വളരെ എളുപ്പമാകും. നാലാമത്തെ കാര്യം, കെഫീർ എന്നൊരു സാധനമുണ്ട്. കേട് പോലെയുള്ള ഒരു സാധനമാണ്, അതായത് തൈര് പോലെയുള്ള സാധനമാണ്. കഴിക്കാൻ തൈര് പോലെ തന്നെയാണ്, കാണാനും ഏകദേശം തൈര് പോലെ തന്നെയാണ്, വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അതിലുണ്ടാകുന്ന ബാക്ടീരിയ നല്ല ബാക്ടീരിയ സാധാരണ തൈരിൽ ഉണ്ടാകുന്ന ഒരു 10-12 ഇരട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയ വർദ്ധിക്കുകയും അത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂറിക് ആസിഡിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഇതൊന്നും കൂടാതെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കമാണ്. ദിവസം ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. 7-8 മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് വരികയും ആ സ്ട്രെസ് ഹോർമോൺസ് നമ്മളുടെ ഈ യൂറിക് ആസിഡ് ഉണ്ടാക്കാൻ വേണ്ടി പ്രേരക ശക്തിയായിട്ട് പ്രവർത്തിക്കും. അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ നന്നായിട്ട് നമ്മൾ ഉറങ്ങണം. അപ്പൊ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള പെയിൻ വരികയാണ്, നമ്മുടെ ചൂണ്ടുവിരലിന് ഗൗട്ട് കാരണോ അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ വരുമോ ഒക്കെ വരുമ്പം, അയ്യോ ഇതെന്റെ വാർദ്ധക്യം കൊണ്ടല്ലേ, എൻ്റെ ദുര്യോഗമല്ലേ എന്ന് പറഞ്ഞ് സമാധാനിക്കാതെ അതിനെയൊക്കെ കുറ്റപ്പെടുത്താതെ ഏതിനെ കുറ്റപ്പെടുത്തണം? നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ബിരിയാണി, ബർഫി, ബിയർ, അതിനെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി.